മധു, ഇനി നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡയലോഗ് കഴിഞ്ഞ കുറച്ചധികം കൊല്ലങ്ങളായി ഇന്ത്യ അമേരിക്ക ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളെ കുറിച്ച്. ഇന്ന് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് 3 ലോകത്തെ പ്രധാന നേതാക്കളാണ്. ഒന്ന് നരേന്ദ്രമോദി, അവരുടെ ഇടത്തും വലത്തും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും. ഈ 2 രാഷ്ട്ര തലവന്മാരും മോദിയുടെ പേര് എടുത്തു പറഞ്ഞെന്നുള്ളതും ശ്രദ്ധേയമാണ്. അവര് മോദിയുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയും വളരെ നല്ല സൗഹൃദമാണുള്ളതെന്നും അവരുടെ ഈ പ്രതികരണങ്ങളിൽ പറയുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് വർഷങ്ങളായിട്ട് അമേരിക്കയ്ക്ക് നേരെ ഇന്ത്യൻ ഉപയോഗിക്കുന്ന തീരുവയെ പറ്റിയാണ് പറഞ്ഞത്. ഇന്ത്യ നല്ല രീതിയിൽ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുമായിരുന്നു. ഏതാണ്ട് 100% തീരുവ ഏർപ്പെടുത്തിയതിനെ പറ്റിയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അതിന് ഇന്ത്യയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല, ഈ തീരുവ അനുവദിച്ചു കൊടുത്ത അമേരിക്കന്റെ മുൻകാല ഭരണകൂടങ്ങളാണ് അത് ചെയ്തത്. പക്ഷേ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുമായിട്ട് വളരെ നല്ല സൗഹൃദമാണ്. ഇത് കൂടാതെ ഡൽഹിയിൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഈ തീരുവയിലേക്ക് നടക്കുന്നുണ്ട്. എന്നാൽ ഏതാണ്ട് 60 രാജ്യങ്ങൾക്ക്, അമേരിക്ക, ഇന്ത്യ ഉൾപ്പെടെയുള്ള 60 രാജ്യങ്ങൾക്ക് 12% തീരുവ ഏർപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയെ വർഷങ്ങളായിട്ട് അമേരിക്ക സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നു, നരേന്ദ്രമോദിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയുടെ വിശ്വസ്ത ഒരു പങ്കാളിയായിട്ടാണ് റഷ്യ എന്നും നിലനിന്നിട്ടുള്ളത്. അമേരിക്കയുമായിട്ട് ഇന്ത്യക്കുള്ള ബന്ധം അതിനൊരു വിഷയമല്ല. ഏതാണ്ട് 100 ബില്യണോളം ഒരു വ്യാപാര കരാർ ഉടനടി തന്നെ സാധിക്കും. അതുപോലെ റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞ് ഇന്ത്യക്ക് നേരെ അമേരിക്ക നടത്തുന്ന സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നും ഇന്ന് സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്ളാദിമിർ പുടിൻ പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.